Jesus reigns. യേശു വാഴുന്നു. വീണ്ടും വന്ദനം. കർത്താവാകുന്ന യേശു ക്രിസ്തുവിൻ നിസ്തുലനാമത്തിൽ ഈ ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ചിന്തകളാണ് കഴിഞ്ഞുപോയ എപ്പിസോഡുകളിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ആ ചിന്തകൾ തന്നെ തുടരുന്നു. നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ വാഗ്ദത്തമാണ് പരിശുദ്ധാത്മാവ്. അവിടുന്ന് സ്വർഗാരോഹണം ചെയ്തതിന് ശേഷമായി പരിശുദ്ധാത്മാവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചു, ഈ ഭൂമിയിലെ ശുശ്രൂഷകളുടെ നേതൃത്വം ഏറ്റെടുക്കുവാൻ. ഇന്ന് പരിശുദ്ധാത്മാവാണ് ഈ ഭൂമിയിലെ ശുശ്രൂഷകളുടെ നേതൃത്വത്തിൽ. അവിടുന്ന് നമ്മിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ യേശുക്രിസ്തുവുമായി വ്യക്തിപരമാകുന്ന ബന്ധമുള്ള വ്യക്തിയാകുന്നുവെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഇപ്പോൾ തന്നെ നിങ്ങളുടെ ആത്മാവിലുണ്ട്. രണ്ടാമത്തെ അനുഭവമാകുന്ന പരിശുദ്ധാത്മ നിറവും നിങ്ങൾക്ക് പ്രാപിക്കുവാൻ കഴിയും. നിങ്ങളുടെ പ്രാണനിലും നിങ്ങളുടെ ശരീരത്തിലും പരിശുദ്ധാത്മാവ് വന്ന് വസിക്കുവാനിടവരും. നമ്മുടെ ശരീരങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരങ്ങളായി തീരും. ഈ ശരീരത്തിലെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളാക്കി നമുക്ക് മാറ്റുവാൻ കഴിയും. അങ്ങനെ നമ്മുടെ ശരീരത്തെ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാക്കുവാൻ കഴിയും. പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ഒത്തിരി സമാന്തരങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. വിശുദ്ധ ഗ്രന്ഥമാകുന്ന ബൈബിളിൽ പരിശുദ്ധാത്മാവിനെ നദിയോട് സമാന്തരപ്പെടുത്തിയിരിക്കുന്നു, കാറ്റിനോട് സമാന്തരപ്പെടുത്തിയിരിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത് പരിശുദ്ധാത്മാവിനെ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളെ അഗ്നിയോട്, തീയോട് സമാന്തരപ്പെടുത്തിയിരിക്കുന്നു. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യത്തിൽ പൗലോസ് വിശ്വാസികളോട് പറയുകയാണ്, ആത്മാവിനെ കെടുത്തരുത്. ഈ ലേഖനം പൗലോസ് എഴുതിയ 1-ാമത്തെ ലേഖനമാണ്. പൗലോസ് 13 ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ പ്രാരംഭ ലേഖനമാണ് തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം. പൗലോസിൻ്റെ 2-ാമത്തെ മിഷണറി യാത്രയിൽ ഒരത്ഭുതം സംഭവിച്ചു. യൂറോപ്പിലേക്കുള്ള വാതിലുകൾ കർത്താവ് തുറന്നു കൊടുക്കുവാനിടയായി. ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഏഷ്യയിൽ വചനം പ്രസംഗിക്കണമെന്ന് പൗലോസ് ആഗ്രഹിച്ചു. എന്നാൽ കർത്താവിൻ്റെ ആത്മാവ് പൗലോസിനെ തടഞ്ഞു. അങ്ങനെ ത്രോവാസിലായിരുന്ന സന്ദർഭത്തിൽ മാസിഡോണിയക്കാരനാകുന്നൊരു മനുഷ്യനെ പൗലോസ് സ്വപ്നത്തിൽ കാണുവാനിടയായി. ആ മനുഷ്യൻ പറയുകയാണ്, വന്ന് ഞങ്ങളെ സഹായിക്കുക. അങ്ങനെയാണ് മാസിഡോണിയയിലേക്ക്, യൂറോപ്പിലേക്ക് ആദ്യമായി പൗലോസ് യാത്രയാകുന്നത്, സുവിശേഷം യാത്രയാകുന്നത്. ഫിലിപ്പിയിൽ ചെന്നു പ്രസംഗിച്ചു. വലിയ പീഡനങ്ങളുണ്ടായി. അവിടെ ജയിലിലായി. ജയിൽ തുറക്കപ്പെട്ടു. ജയിലർ സ്നാനപ്പെട്ടു. അടുത്ത ദിവസം അവിടെ നിന്ന് യാത്രയായി. അതിനുശേഷം ഫിലിപ്പിയിലെ പീഡനങ്ങൾക്ക് ശേഷം പൗലോസ് വന്നത് തെസ്സലോനിക്കയിലാണ്. തെസ്സലോനിക്കയിൽ വന്ന് വചനം പ്രസംഗിക്കുവാനിടയായി. തെസ്സലോനിക്കയിൽ വന്ന് വചനം പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ അവിടെയും പീഡനങ്ങളുണ്ടായി. ആ പീഡനങ്ങളുടെ പരിണിത ഫലമായിട്ട് അവിടെ ഒന്ന് ഓടിപ്പോയി. ബയോറയിൽ എത്തിച്ചേർന്നു. ബയോറയിൽ പ്രസംഗിച്ചു. ബയോറയിൽ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ അവിടെയും പീഡനമുണ്ടായി. തെസ്സലോനിക്കയിൽ നിന്നുള്ളവരുൾപ്പെടെയുള്ളവർ കടന്നു വന്ന് ബയോറയിലും പൗലോസിനെയും കൂടെയുള്ളവരെയും പീഡിപ്പിക്കുവാനിടയായി. അങ്ങനെ അവിടെ നിന്ന് ഓടി ഏഥൻസിൽ ചെന്നു. ഏഥൻസിൽ കുറേ കാലമുണ്ടായിരുന്നു. ആ സന്ദർഭത്തിൽ ഈ ലേഖനം എഴുതുകയാണ്. എന്തുകൊണ്ടാണ് ഈ ലേഖനം എഴുതുന്നത്? തെസ്സലോനിക്കയിൽ ധാരാളം ആളുകൾ യേശുവിൽ വിശ്വസിക്കുവാനിടയായി. അവരുടെ അവസ്ഥ എങ്ങനെയായിരിക്കുന്നു? അവർ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുവോ? അതൊക്കെ അറിയുവാൻ വേണ്ടിയാണ് ഈ ലേഖനം എഴുതുന്നത്. ഈ ലേഖനം എഴുതുന്നതിന് മുന്നമേ തന്നെ പൗലോസ് 2 പ്രാവശ്യം പോകുവാൻ ശ്രമിച്ചു. പക്ഷേ അത് സാധ്യമായില്ല. അതിനുശേഷം തിമോത്തിയോസ് എന്ന് പറയുന്ന തൻ്റെ ശിഷ്യനെ അയച്ചു. തിമോത്തിയോസ് പോയി അവിടുത്തെ വിശേഷങ്ങൾ വന്നു പറഞ്ഞതിന് ശേഷമാണ് പൗലോസ് ഈ ലേഖനം എഴുതുന്നത്. ആ ലേഖനത്തിൽ കൊടുക്കുന്ന വാർണിങ്സ് ആണ്, മുന്നറിയിപ്പുകളാണ്, ചില പ്രത്യേക വാർണിങ്സ് ആണ്. ആ വാർണിങ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർണിംഗ് ആണ് ആത്മാവിനെ കെടുത്തരുത്. അതിൻ്റെ അവസാന അധ്യായത്തിൽ പല മുന്നറിയിപ്പുകളും കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കണമെങ്കിൽ നിങ്ങൾ വിശ്വസിച്ച സന്ദർഭത്തിൽ തന്നെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വന്നിരിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി നിങ്ങളുടെ മേൽ കത്തുകയാണ്. അതിനാൽ ആത്മാവിനെ കെടുത്തരുത്. ആത്മാവിൻ്റെ തീ നിങ്ങളുടെ മേൽ കത്തുന്നതിനാൽ ആത്മാവിനെ കെടുത്തരുത്. തീ കത്തുന്നത് പോലെ, അഗ്നി ഭൂമിയിൽ പ്രവർത്തിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുവാൻ ഇടവരും. അടുപ്പിൽ കത്തുന്ന തീ നിങ്ങൾ ശ്രദ്ധിക്കുക. വിറക് കഷ്ണങ്ങൾ കൊണ്ടാണ് ആ തീ കത്തുവാനിട വരുന്നത്. ആ വിറക് അത് തടിക്കഷ്ണമായിരുന്നുവല്ലോ. ആ തടിക്കഷ്ണം തീ കത്തുന്നതിന് മുന്നമേ അതിന് വേണമെന്നുണ്ടായിരുന്നുവെങ്കിൽ ഒരു കസേരയാകാമായിരുന്നു, വേണമെങ്കിൽ ഒരു കട്ടിലിൻ്റെ ഭാഗമാകാമായിരുന്നു, അല്ലെങ്കിൽ ഒരു മേശയുടെ ഭാഗമാകുവാൻ കഴിയുമായിരുന്നു. അതെല്ലാം അവസാനിച്ചു. ഇപ്പോൾ അടുപ്പിലായിരിക്കുകയാണ്. അടുപ്പിൽ തീ കത്തുവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ
പിന്നീട് ഈ വിറകിന് മേശയാകുവാൻ കഴിയുകയില്ല, കസേരയാകുവാൻ കഴിയുകയില്ല. മറ്റ് ചോയ്സസ് അവസാനിക്കുകയാണ്. ഒന്നിനു മാത്രമേ ഈ വിറകിനെ ഇനി കൊള്ളുകയുള്ളൂ, കത്തുവാൻ വേണ്ടി. പരിശുദ്ധാത്മാവിൽ നിങ്ങൾ നിറയുന്ന സന്ദർഭത്തിൽ നിങ്ങളുടെ മുൻപിലും പിന്നീട് നിങ്ങൾക്ക് ലോകത്തിന് വേണ്ടി ജീവിക്കുവാൻ കഴിയത്തില്ല, ദ്രവ്യാഗ്രഹത്തിന് വേണ്ടി ജീവിക്കുവാൻ കഴിയത്തില്ല, പിശാചിൻ്റെ പ്രവൃത്തികൾക്ക് വേണ്ടി ജീവിക്കുവാൻ കഴിയത്തില്ല. നിങ്ങളെ ദൈവകാര്യങ്ങൾക്ക് വേണ്ടി കൊള്ളുന്ന ഒരു വ്യക്തിയാക്കി രൂപാന്തരപ്പെടുത്തുവാനിടവരും. ആത്മാവിൻ്റെ തീ മാത്രം കത്തുന്ന ഒരു വ്യക്തിയാക്കി നിങ്ങളെ മാറ്റുവാൻ കഴിയും. ഏത് കാര്യത്തിനും നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായം ആവശ്യമാണ്. പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ കാര്യങ്ങൾ വിജയത്തിലെത്തിച്ചേരുകയുള്ളൂ. അത്തരത്തിലുള്ള വ്യക്തികളായി തീരണം എന്നാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പകുതി ലോകത്തിലും പകുതി ദൈവസഭയിലും. അങ്ങനെയല്ല, നിങ്ങൾ സമ്പൂർണമായി സമർപ്പിക്കപ്പെട്ട വ്യക്തികളായി പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി കത്തുന്നവരായി തീരണം. പകുതി വെന്ത ദോശ പോലെ ആകണമെന്നല്ല കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. തീ കത്തുന്നവരായി നാം തീരണം. മറ്റ് ലോകത്തിൻ്റെ ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയും ഇനി നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കാതെ, ലോകമോഹങ്ങളുടെ പിന്നാലെ ഓടി നടക്കാതെ, ലോകത്തിൻ്റെ ഇമ്പങ്ങൾക്ക് വേണ്ടി ജീവിതവും സമയവും വിട്ടുകൊടുക്കാതെ ആത്മാവിൻ്റെ തീ കത്തുന്നവരായി നിങ്ങൾ തീരണമെന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിനാണ് നമ്മുടെ മേൽ ഈ ആത്മാവിൻ്റെ തീയെ കർത്താവ് അയച്ചിരിക്കുന്നത്. നമുക്ക് പഴയ നിയമത്തിൽ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി അഗ്നി പോലെ വെളിപ്പെടുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. യാഗപീഠത്തിൽ തീ കത്തുന്നതിനെക്കുറിച്ച് നമുക്ക് ലേവ്യ പുസ്തകം 9-ാമത്തെ അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നു. 9-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. മോശയും അഹരോനും സമാഗമന കൂടാരത്തിൽ കടന്നിട്ട് പുറത്തു വന്ന് ജനത്തെ ആശീർവദിച്ചു. അപ്പോൾ യഹോവയുടെ തേജസ് സകല ജനത്തിനും പ്രത്യക്ഷമായി. യഹോവയുടെ സന്നിധിയിൽ നിന്ന് തീ പുറപ്പെട്ട് യാഗപീഠത്തിന്മേൽ ഉള്ള ഹോമയാഗവും തേജസ്സും ദഹിപ്പിച്ചു. ജനമെല്ലാം അത് കണ്ടപ്പോൾ സാഷ്ടാംഗം വീണ് ദൈവത്തെ സ്തുതിച്ചു. നോക്കുക, ദൈവസന്നിധിയിൽ നിന്ന്, കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന്, സ്വർഗത്തിൽ നിന്നാണ് ആ അഗ്നി ഇറങ്ങി യാഗപീഠത്തിലുള്ളതിനെ മുഴുവൻ കത്തിക്കുവാനിടയായത്. യാഗപീഠത്തിൽ അഗ്നി ഉണ്ടായിരുന്നു. പെസഹയിൽ നമുക്ക് അഗ്നിയുടെ സാന്നിധ്യം കാണുവാൻ കഴിയുന്നുണ്ട്. വിശുദ്ധ സ്ഥലത്തുള്ള വിളക്കിൽ തീ കത്തുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആ തീ കത്തുവാൻ വേണ്ടിയുള്ള വിളക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് സ്വർണം കൊണ്ടാണ്. ആ സ്വർണം ഭൂമിയിൽ നിന്നുള്ളതാണ്. ആ വിളക്കിൽ ഉപയോഗിക്കുന്ന എണ്ണ ഇടിച്ചെടുത്ത ഒലിവെണ്ണയാണ്. ആ ഒലിവെണ്ണ ഭൂമിയിൽ നിന്നുള്ളതാണ്. തിരി ഭൂമിയിൽ നിന്നുള്ളതാണ്. എന്നാൽ അതിൻ്റെ മേൽ കത്തുന്ന തീ സ്വർഗത്തിൽ നിന്നുള്ള തീയാണ്. അതിന് സമാന്തരമാണ് നമ്മുടെയും ജീവിതം. നാം ഭൂമിയിൽ നിന്നുള്ളവരാകുന്നു. നമ്മുടെ ശരീരം ഭൂമിയിൽ നിന്നുള്ളതാണ്. നാം ഇപ്പോൾ ഈ ഭൂമിയിലാണ് പാർക്കുന്നത്. എന്നാൽ കർത്താവാകുന്ന യേശുവിന് വേണ്ടി നാം സമർപ്പിക്കുകയാണ് എങ്കിൽ ഉയരത്തിൽ നിന്നുള്ള നന്മകൾ നമ്മുടെ മേൽ വരുവാനിടവരും. ഭൂമിയിൽ നിന്നുള്ളതല്ല, ഉയരത്തിൽ നിന്നുള്ളത്. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളും നമ്മുടെ മേൽ കൊഴിഞ്ഞു വീഴുവാനിടവരും. ഉയരത്തിലെ തീ നമ്മുടെ മേൽ വന്ന് കത്തുവാനിടവരും. സ്വർഗത്തിലെ തീ. ആ തീയെക്കുറിച്ചാണ് ഞാൻ പരാമർശിക്കുന്നത്. യാഗപീഠത്തിൽ തീ കാണുവാൻ കഴിയുന്നു. നിലവിളക്കിൽ നമുക്ക് തീ കാണുവാൻ കഴിയുന്നു. പെസഹയിൽ നമുക്ക് തീ കാണുവാൻ കഴിയുന്നു. അങ്ങനെ അഗ്നിയുടെ സാന്നിധ്യം നമുക്ക് പഴയ നിയമത്തിൽ അനേകം ഇടങ്ങളിൽ കാണുവാൻ കഴിയുന്നുണ്ട്. എന്താണ് ആ തീ കൊണ്ട് അർത്ഥമാക്കുന്നത്? തീയെക്കുറിച്ചുള്ള പല അർത്ഥങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 3-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യത്തിൽ അതിൻ്റെ അവസാന ഭാഗത്ത് തീ കൊണ്ടുള്ള അഭിഷേകത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. 12-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ഒരു പരാമർശമുണ്ട്. വീശുമുറം യേശുവിൻ്റെ കയ്യിലുണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി കോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർക്കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. അത് ന്യായവിധിയുടെ തീയാണ്. പതിരുകളായി തുടരുന്നവരെ തീയിലിട്ട് ചുട്ടുകളയും. അത് ന്യായവിധിയുടെ തീയാണ്. ആ ന്യായവിധിയുടെ തീയെക്കുറിച്ചല്ല ഇപ്പോൾ ഞാൻ പരാമർശിക്കുന്നത് തേജസ്സിൻ്റെ തീയെക്കുറിച്ചാണ്. എന്നാൽ ന്യായവിധിയുടെ ഒരു തീയുണ്ട്. വീണ്ടും വീണ്ടും ദൈവത്തിൻ്റെ വചനം നിങ്ങൾ കേട്ടിട്ടും ആ വചനം നിങ്ങൾ അനുസരിക്കാതിരുന്നു കഴിഞ്ഞാൽ, നിങ്ങൾ പതിരായിട്ട് തന്നെ തുടരുകയാണ് എങ്കിൽ നിങ്ങളുടെ മേൽ ന്യായവിധിയുടെ തീ വരുവാനിടവരും. അന്ന് നിങ്ങളെ രക്ഷിക്കുവാൻ ആർക്കും കഴിയുകയില്ല. രക്ഷ ഇപ്പോൾ ഈ വചനം കേൾക്കുന്ന സന്ദർഭത്തിലാണ്. നിങ്ങൾ ഭൂമിയിൽ ജീവനോടുകൂടെ ആയിരിക്കുന്ന സന്ദർഭത്തിലാണ് രക്ഷയുടെ സാധ്യത നമുക്കുള്ളത്. സ്വർഗത്തിലേക്കുള്ള വഴി തുറക്കപ്പെടുന്നത് നാം ഈ ഭൂമിയിലായിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെയാണ്. എന്നാൽ ഇത് ആവർത്തിച്ച് കേട്ടിട്ടും അനുസരിക്കുന്നില്ല എങ്കിൽ പിന്നീട് ശേഷിക്കുന്നത് ന്യായവിധിയുടെ തീ മാത്രമാണ്.
വെളിപ്പാട് പുസ്തകം 19-ാമത്തെ അധ്യായത്തിൽ 20-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. മൃഗത്തെയും അതിൻ്റെ മുമ്പാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ച് മൃഗത്തിൻ്റെ മുദ്ര ഏൽക്കുകയും അതിൻ്റെ പ്രതിമയിൽ നമസ്കരിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെയും പിടിച്ച് കെട്ടി ഇരുവരെയും ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിൽ തള്ളും. നോക്കുക, അത് ഗന്ധകം കത്തുന്ന തീപ്പൊയ്ക. അതെവിടെയാണ്? നരകത്തിൽ കത്തുന്ന തീയാണ്. നരകത്തിലും തീ കത്തുന്നുണ്ട്. ആ നരകത്തിൽ കത്തുന്ന തീയെക്കുറിച്ചല്ല ഞാൻ പരാമർശിക്കുന്നത്. സൂക്ഷ്മതയോടും ഗൗരവത്തോടും കൂടെ നിങ്ങളുടെ ഭൂമിയിൽ ലഭ്യമായിരിക്കുന്ന ജീവിതത്തെ നിങ്ങൾ സമീപിക്കുക. ഇത് പാപത്തിനും ലോക ഇമ്പങ്ങൾക്കും ദൈവാശ്രയമില്ലാതെ ജീവിക്കുവാനും വേണ്ടി ഈ ജീവിതത്തെ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ അവസാനം എത്താൻ പോകുന്ന സ്ഥലത്തെക്കുറിച്ചാണ് ഇപ്പോൾ കേട്ടത്. അതേത് സ്ഥലമാണ്? ഗന്ധകം കത്തുന്ന നരകത്തീ പൊയ്ക. അവിടെ എത്തരുത്. അവിടെ എത്താതിരിക്കണമെന്നുണ്ടെങ്കിൽ യേശുക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വരേണ്ടത് ആവശ്യമാണ്. യേശു നിങ്ങളുടെ ഉള്ളിൽ വന്നു എങ്കിൽ മാത്രമേ ആ ഗന്ധക തീപ്പൊയ്കയിൽ നിങ്ങൾ എത്താതെ വരുവാൻ പോകുന്ന നിത്യതയിൽ നിങ്ങൾ യേശുവിനോടുകൂടെ എന്നേക്കും വസിക്കുന്നവരായി തീരുകയുള്ളൂ. യേശുവിനെ സ്വീകരിക്കുക. യേശുവിലൂടെ അല്ലാതെ മറ്റാരിലൂടെയും നിങ്ങൾക്ക് ആ സ്വർഗീയമാകുന്ന അനുഗ്രഹങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുകയില്ല. യേശു നിങ്ങളുടെ ഉള്ളത്തിൽ വരുവാനിടവരട്ടെ. ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയെക്കുറിച്ചുമല്ല ഞാൻ പരാമർശിക്കുന്നത് തേജസ്സിൻ്റെ തീയെക്കുറിച്ചാണ്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്ന തീയെക്കുറിച്ചാണ്. പുറപ്പാട് പുസ്തകം 24:17 പരാമർശിച്ചിരിക്കുന്ന തീ, ലേവ്യ പുസ്തകം 9:23-24 പരാമർശിച്ചിരിക്കുന്ന തീ, സ്വർഗത്തിൽ നിന്നിറങ്ങുന്ന തീ, തേജസ്സിൻ്റെ തീ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ അവിടുത്തെ തേജസ് നിങ്ങളുടെ മേൽ വെളിപ്പെടുവാനിടവരും. അതൊരു അഗ്നിമയമാകുന്ന അനുഭവമാണ്. നാം തേജസ്സിന് വേണ്ടിയുള്ളവരാണ്. ദൈവത്തിൻ്റെ തേജസ്സിനെ പുറപ്പെടുവിക്കുവാനുള്ളവരാണ്. ആദമിനെ സൃഷ്ടിച്ച സന്ദർഭത്തിൽ തന്നെ ആദം ധരിച്ചിരുന്ന വസ്ത്രം തേജസ്സായിരുന്നു. തേജസ്സിനാൽ മൂടപ്പെട്ടവനായിരുന്നു ആദം. അതേ തേജസ് നമ്മിൽ ഇന്നുണ്ട്. പരിശുദ്ധാത്മാവ് വരുന്നതോടുകൂടെ നമുക്ക് ആ തേജസ്സിനെ പുറപ്പെടുവിക്കുവാൻ കഴിയും. തേജസ് പുറപ്പെടുവിക്കുന്നവരായി നാം തീരുക. അതാണ് ആ അഗ്നിയെക്കുറിച്ചാണ് ഞാൻ പരാമർശിക്കുന്നത്. മറ്റൊരു അർത്ഥം, അഗ്നിയുടെ അർത്ഥം എന്ന് പറയുന്നത് പവർ ഇൻ ആക്ഷൻ. നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭ്യമാകുന്ന അമാനുഷിക ശക്തി, അത് മുഖാന്തരമായി നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളിൽ വെളിപ്പെടുന്ന ഒരു ശക്തിയുണ്ട്. അത് ഭൂമിയിലെ ശക്തിയല്ല, അതൊരു സ്വർഗീയമാകുന്ന ശക്തിയാണ്. നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥനയിൽ വെളിപ്പെടുന്ന ശക്തി സ്വർഗീയ ശക്തി. ഇപ്പോൾ ഞാൻ ഈ പ്രഭാഷണം നടത്തുന്ന സന്ദർഭത്തിൽ ഈ പ്രഭാഷണത്തിൽ വെളിപ്പെടുന്ന ശക്തി സ്വർഗീയ ശക്തി. അത് അഗ്നിയുടെ സ്പർശനമാണ്. നിങ്ങളുടെ ശബ്ദത്തിൽ ആ ശക്തി വെളിപ്പെടുവാനിടവരും. നിങ്ങൾ തന്നെ പുറത്തെവിടെയെങ്കിലും പോയി ആത്മശക്തി ഉള്ളവരാകുന്നുവെങ്കിൽ, ആത്മാവിൻ്റെ തീ കത്തുന്നവരാകുന്നുവെങ്കിൽ, നിങ്ങൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയാൽ, ഒരു പ്രസ്താവന നടത്തിയാൽ മറ്റുള്ളവർ നിങ്ങളെ ശ്രദ്ധിക്കും. കാരണം അവർക്ക് മനസ്സിലാകും മറ്റ് പലരും നടത്തിയതുപോലെയല്ല ഈ പ്രസ്താവന. ഈ പ്രസ്താവനയിൽ മനുഷ്യർക്ക് മനസ്സിലാകാത്ത എന്തോ ഉണ്ട്. അത് സ്വർഗത്തിലെ ശക്തിയാണ്. സ്വർഗത്തിൽ നിന്നുള്ള ശക്തി നിങ്ങളുടെ ആക്ഷൻസിൽ, നിങ്ങളുടെ പ്രവർത്തികളിൽ വെളിപ്പെടുവാനിടവരും. ആ തീയെക്കുറിച്ചാണ് ഞാൻ പരാമർശിക്കുന്നത്. മാത്രവുമല്ല, ഈ അഗ്നി കൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത് പാഷൻ ഫോർ ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിന് വേണ്ടിയുള്ള ഉത്സാഹം. ഈ അഗ്നി നിങ്ങളുടെ മേൽ കത്തുമ്പോൾ അവിടുത്തെ ഉത്സാഹം, ആ കർത്താവിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളിൽ അസാധാരണമാകുന്ന ഒരു ഉത്സാഹം വെളിപ്പെടുവാനിടവരും. ആത്മാവിൽ എരിവുള്ളവരായി നിങ്ങൾ തീരും. കർത്താവിൻ്റെ വേല ഉദാസീനതയോടുകൂടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവനെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉദാസീനത, നിരുത്സാഹം, മടി, അതൊന്നും ദൈവത്തിൽ നിന്നുള്ളതല്ല. കർത്താവിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഉത്സാഹത്തോടും എരിവോടും കൂടെ കർത്താവിന് വേണ്ടി നിലകൊള്ളണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ആത്മാവിൽ എരിവുള്ളവരായി, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി ദൈവത്തിൻ്റെ വേല ചെയ്യുക. ഈ തീ കൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത് എന്താണ്? പാഷൻ ഫോർ ക്രൈസ്റ്റ്, യേശുവിന് വേണ്ടിയുള്ള ആ എരിവാണ് ഞാൻ അർത്ഥമാക്കുന്നത്. മാത്രവുമല്ല, ഈ തീ കൊണ്ട് അർത്ഥമാക്കുന്നത് തീ നമ്മളുടെ മേൽ വരുമ്പോൾ നമ്മിൽ വെളിപ്പെടുന്ന ഒരു വേഗതയുണ്ട്. നിങ്ങൾ പഴയതുപോലെ ആയിരിക്കുകയില്ല. അസാധാരണമാകുന്നൊരു വേഗത നിങ്ങളുടെ മേൽ വെളിപ്പെടുവാനിടവരും. നാം പഴയ നിയമത്തിൽ അഗ്നിയുമായി വളരെ ബന്ധമുള്ള ഒരു പ്രവാചകനെ കാണുന്നുണ്ട്, ഏലിയാവ്.
ഏലിയാവ് ഒരിക്കൽ കർമ്മേലിൻ്റെ മുകളിൽ തൻ്റെ യാഗപീഠത്തിൽ തീ ഇറക്കുവാനിടയായി. തൻ്റെ യാഗപീഠത്തിൽ സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി. അന്നൊരു വലിയ വിജയമുണ്ടായി. ബാലിൻ്റെ പ്രവാചകന്മാരെ വെട്ടി, അശേരയുടെ പ്രവാചകന്മാരെ ഇല്ലാതെയാക്കി. കർമ്മേലിൽ ജീവിക്കുന്ന ദൈവം യഹോവയാണ് എന്ന് താൻ വെളിപ്പെടുത്തി തെളിയിച്ചു. തീ ഇറങ്ങുമ്പോൾ കർത്താവ് യഥാർത്ഥ ദൈവമാകുന്നു, യേശു മാത്രമാകുന്നു രക്ഷകനെന്ന് നിങ്ങൾക്ക് വെളിപ്പെടുത്തുവാൻ കഴിയും. അതിനുശേഷമാണ് താൻ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. എത്ര ശക്തനാകുന്നൊരു പ്രവാചകനായിരുന്നു! ആ അധികാരമാണ് ഇന്ന് നിങ്ങൾക്കും ആവശ്യമായിരിക്കുന്നത്. ആ പ്രവാചകൻ പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും പെയ്യുകയില്ല. 3.5 വർഷക്കാലം ആ ദേശത്ത് മഞ്ഞും മഴയും പെയ്യുവാനിടയായില്ല. അത്ര ശക്തനാകുന്ന ഒരു പ്രവാചകനാകുന്നു. നിങ്ങളുടെ വാക്കുകളിലും ശക്തി വെളിപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഈ തീ നിങ്ങളുടെ വാക്കുകളിൽ വെളിപ്പെട്ടാൽ മതി, നിങ്ങളുടെ വചനങ്ങളിൽ തീ വെളിപ്പെട്ടാൽ മതി. യിരെമ്യാ പ്രവാചകനോട് ഒരിക്കൽ കർത്താവ് പറയുവാനിടയായി. 5-ാമത്തെ അധ്യായം അതിൻ്റെ 20-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രവാചകനോട് കർത്താവ് പറഞ്ഞു, എൻ്റെ വചനം നിന്റെ വായിൽ തീയും, ഈ ജനം നിന്റെ മുൻപിൽ വിറകുമാകുമെന്ന്. അഥവാ പ്രവാചകനോട് പറയുകയാണ്, പ്രവാചകന്റെ വായിൽ എൻ്റെ വചനം തീയായി വെളിപ്പെടുവാൻ പോകുകയാണ്. അഗ്നിമയമാകുന്ന വചനങ്ങളാക്കി നമ്മളുടെ വാക്കുകളെ തീർക്കുവാൻ പരിശുദ്ധാത്മാവിന് കഴിയും. പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി നിങ്ങളുടെ അധരത്തിൽ വരികയാണെങ്കിൽ നിങ്ങളുടെ വാക്കുകൾ ശക്തിയേറിയതായിരിക്കും. പ്രവാചകനാകുന്ന ഏലിയാവ് താൻ പറഞ്ഞു, ഈ ആണ്ടുകളിൽ ഞാൻ പറഞ്ഞിട്ടില്ലാതെ മഞ്ഞും മഴയും പെയ്യുകയില്ല. അങ്ങനെ തന്നെ സംഭവിച്ചു. 3.5 വർഷം മഴയുണ്ടായില്ല. അതിനുശേഷമാണ് കർമ്മേൽ തീ ഇറങ്ങിയിട്ട് താൻ പ്രാർത്ഥിച്ചു. താൻ മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ കറുത്ത മേഘം ആകാശത്തിൽ പ്രത്യക്ഷമായി. ആകാശത്തിൽ കൈപ്പത്തി പോലെ മേഘം പ്രത്യക്ഷമായി. തനിക്ക് മനസ്സിലായി, മഴ പെയ്യുവാൻ പോകുകയാണ്. ഒരു സാധാരണ മഴയല്ല, തകർത്ത മഴ പെയ്യുവാൻ പോകുകയാണ്. ഓടി വന്നു. ആഹാബ് അവിടെ ഉണ്ടായിരുന്നു. രാജ്യത്തിൻ്റെ രാജാവാകുന്ന ആഹാബ് ഉണ്ടായിരുന്നു. ആഹാബിനോട് പറഞ്ഞു, വേഗത്തിൽ രഥം പൂട്ടി നീ ശമരിയിലേക്ക് പൊയ്ക്കൊള്ളുക. എന്നാൽ ശ്രദ്ധിക്കണം, അവിടെ ഏലിയാവ് ആഹാബിനോട് പറയുന്നില്ല, ഞാനും ശമരിയിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നു, എനിക്കുകൂടെ രഥത്തിൽ ഒരല്പം സ്ഥലം തരണമേ എന്ന് ഏലിയാവ് പറഞ്ഞില്ല. കാരണം എന്താണ്? ഏലിയാവിനറിയാം, തൻ്റെ കർത്താവിനെ അറിയാം, തന്നിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിനെ ഏലിയാവിനറിയാം. ആഹാബിൻ്റെ കുതിരകളെ പൂട്ടിയ രഥങ്ങളെക്കാളും വേഗതയുള്ളതാണ് പരിശുദ്ധാത്മാവ്. തൻ്റെ കാലുകളുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വന്നു, പരിശുദ്ധാത്മാവിൻ്റെ തീ വന്നു. രഥത്തിൻ്റെ മുൻപിൽ ഏലിയാവ് ഓടുവാനിടയായി. ആരാണ് മുന്നിൽ ശമരിയിൽ ചെന്നത്? രാജാവല്ല, ഏലിയാവ് ചെന്നെത്തുവാനിടയായി. അത് വേഗതയുടെ അടയാളമാണ്. ഈ അഗ്നി എന്നതുകൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത് വേഗത. 25 വർഷമായി നടക്കാത്ത കാര്യങ്ങൾ അടുത്ത ദിവസങ്ങളിൽ സംഭവിക്കുവാൻ പോകുകയാണ്. നിങ്ങൾ 20 വർഷം ഗൾഫിൽ അധ്വാനിച്ചില്ലേ? ഒന്നും മിച്ചം വെച്ചില്ലല്ലോ, എല്ലാം പാഴായി പോയില്ലേ? എന്നാൽ ഈ അഗ്നിമയമാകുന്ന അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ വരികയാണ് എങ്കിൽ നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ വർഷങ്ങളെ കർത്താവ് നിങ്ങൾക്ക് മടക്കി തരുവാൻ പോകുകയാണ്. ഒരു നിമിഷം കൊണ്ട് വേഗത്തിൽ അവിടുത്തേക്ക് ചില പ്രവർത്തികൾ ചെയ്യുവാൻ കഴിയും. ഗലീല കടലിൻ്റെ അരികിലായിരിക്കുന്ന പത്രോസിനെ ശ്രദ്ധിക്കുക. രാത്രി മുഴുവൻ അധ്വാനിച്ചു. എത്ര മണിക്കൂറായിരിക്കും? ഒരു 9 മണിക്കൂറെന്ന് കൂട്ടിക്കൊള്ളുക. 9 മണിക്കൂർ കൊണ്ട് അധ്വാനിച്ചിട്ട് ഒരു ചെറിയ മത്സ്യത്തെ പോലും തനിക്ക് പിടിക്കുവാൻ കഴിഞ്ഞില്ല. ആ വ്യക്തിയുടെ മുൻപിലാണ് യേശു പറഞ്ഞത്, ആഴത്തിലേക്ക് നോക്കി വലകളെ വീശുക. 9 മണിക്കൂർ കൊണ്ട് നടക്കാതിരുന്നത് ചില മിനിറ്റുകൾ കൊണ്ട് നടക്കുവാനിടയായി. ഒരു പടകല്ല നിറഞ്ഞത്, 3 പടകുകൾ നിറയുവാനിടയായി. 3 പടകുകൾ നിറയണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 3 ദിവസം എടുക്കുവാനിട വരും. 3 ദിവസം കൊണ്ട് നടക്കേണ്ട അത്ഭുതം ഒരു നിമിഷം കൊണ്ട് നടക്കുവാനിടയായി. നോക്കുക, പരിശുദ്ധാത്മാവിൻ്റെ ഈ അഗ്നി നിങ്ങളുടെ മേൽ വരികയാണ് എങ്കിൽ നിങ്ങളിൽ അനേക വർഷങ്ങൾ കൊണ്ട് നടക്കാത്ത കാര്യങ്ങൾ വേഗത്തിൽ നടക്കുവാനിട വരും. നിങ്ങളുടെ വേഗത വർദ്ധിക്കുവാൻ പോകുകയാണ്. നിങ്ങളിൽ തേജസ് ഇറങ്ങുവാൻ പോകുകയാണ്. നിങ്ങളുടെ പ്രവൃത്തികളിൽ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുവാൻ പോകുകയാണ്. നിങ്ങൾ ക്രിസ്തുവിന് വേണ്ടി ഉത്സാഹമുള്ളവരായി തീരുവാൻ പോകുന്നു. ആ അഗ്നിയാണ് നിങ്ങളുടെ മേൽ കത്തുവാൻ പോകുന്നത്. യാഗപീഠത്തിൽ കത്തുന്ന തീയെക്കുറിച്ച് ഞാൻ പരാമർശിച്ചുവല്ലോ. ഇവിടെ നമുക്കൊരു വലിയ സാധ്യതയുണ്ട്. നമ്മുടെ ശരീരങ്ങളെ തന്നെ നമുക്ക് യാഗങ്ങളായി, പുതിയ നിയമത്തിൽ യാഗങ്ങളായി, ജീവനുള്ള യാഗങ്ങളായി ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ കഴിയും. പുതിയ നിയമത്തിൽ നമുക്ക് യാഗങ്ങളുണ്ടോ? പുതിയ നിയമത്തിൽ നമുക്ക് സ്പിരിച്വൽ സാക്രിഫൈസസ് ആണുള്ളത്. പഴയ നിയമത്തിലേതുപോലെ മൃഗങ്ങളെ യാഗം കഴിക്കേണ്ട കാര്യമില്ല. പുതിയ നിയമത്തിൽ രക്തം ചൊരിയേണ്ട കാര്യമില്ല. കാരണം ഒരിക്കൽ ആ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ചങ്കിലെ അവസാന തുള്ളി രക്തവും കാൽവറിയിൽ ചൊരിഞ്ഞതുകൊണ്ട് ഇനിയും രക്തച്ചൊരിച്ചിലിൻ്റെ ആവശ്യമില്ല.
അതിനാൽ നമുക്ക് ലഭ്യമായിരിക്കുന്നതെല്ലാം സ്പിരിച്വൽ സാക്രിഫൈസ് ആണ്. സ്തോത്രയാഗം അതൊരു ആത്മീക യാഗമാണ്, സ്പിരിച്വൽ സാക്രിഫൈസ് ആണ്. അതേപോലെയുള്ള മറ്റൊരു ആത്മീക യാഗമാണ് റോമാലേഖനം 12-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സഹോദരന്മാരെ, അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. നോക്കുക, പുതിയ നിയമത്തിലെ യാഗം, ആ യാഗത്തിന് ഉള്ള വസ്തുവാക്കി നമ്മുടെ ശരീരത്തെ തീർക്കുവാൻ കഴിയും. ശരീരം പുറപ്പെടുവിക്കുന്ന സ്തോത്രം തന്നെ ഒരു യാഗമായി തീരുമെന്ന് പരാമർശിച്ചിരിക്കുന്നു. മാത്രവുമല്ല, നമ്മുടെ ഈ ശരീരത്തെ തന്നെ നമുക്ക് യാഗമാക്കി തീർക്കുവാൻ കഴിയും. ആ യാഗത്തിൻ്റെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചോ, ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗം. അപ്പോൾ ഈ ശരീരത്തെ ഒരു വിശുദ്ധ യാഗമാക്കി തീർക്കുവാൻ കഴിയും. ഈ ശരീരത്തെ നമുക്ക് ദൈവത്തിന് പ്രസാദമുള്ളൊരു യാഗമാക്കി തീർക്കുവാൻ കഴിയും. മാത്രവുമല്ല, ഈ ശരീരത്തെ നമുക്ക് ജീവനുള്ള യാഗമാക്കി തീർക്കുവാൻ കഴിയും. പുതിയ നിയമത്തിൽ ഉള്ള യാഗങ്ങൾ ആത്മീയ യാഗങ്ങൾ ചത്ത യാഗങ്ങളല്ല. പഴയ നിയമത്തിൽ യാഗം കഴിക്കുമ്പോൾ ആ മൃഗത്തെ കൊല്ലേണ്ടത് ആവശ്യമാണ്. ആ മൃഗം കൊല്ലപ്പെടുമ്പോഴാണ്, രക്തം ചൊരിഞ്ഞു, ആ മൃഗം കൊല്ലപ്പെടുമ്പോഴാണ് ആ യാഗപീഠത്തിൽ തീ ഇറങ്ങി, അത് ചത്ത യാഗങ്ങളാണ്. എന്നാൽ പുതിയ നിയമത്തിൽ ജീവനുള്ള യാഗമാണ്. നിങ്ങളുടെ ശരീരം ഒരു ജീവനുള്ള യാഗമാക്കി നിങ്ങൾക്ക് തീർക്കുവാൻ കഴിയും. ഈ ശരീരം ജീവനുള്ള യാഗമായി തീരുക എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഈ ശരീരത്തിൽ നിന്ന് രക്തം ചൊരിയപ്പെടേണ്ട കാര്യമുണ്ടോ? ഇല്ലേ ഇല്ല. യേശു കാൽവറിയിൽ നമുക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞിരിക്കുന്നതിനാൽ രക്തം ചൊരിയേണ്ട കാര്യമേ ഇല്ല. എന്നാൽ ഈ ശരീരത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ തീ കത്തുവാനിടവരും. ആത്മാവിൻ്റെ മന്ദിരമാകുന്നുവല്ലോ ഈ ശരീരം. ഈ ശരീരത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി കത്തുമ്പോൾ ഈ ശരീരം ജീവനുള്ള യാഗമായി തീരുന്നു. എത്ര വലിയ സാധ്യതയാണ്! നിങ്ങൾ നടന്ന് പുറത്തോട്ടിറങ്ങുമ്പോൾ നിങ്ങൾ തീ കത്തുന്നവരായിട്ടാണ് പുറത്തോട്ട് പോകുന്നത്. നിങ്ങൾ തെരുവുകളിലൂടെ നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ അഗ്നി കത്തുന്നവരായിട്ടാകുന്നു നിങ്ങൾ തെരുവുകളിലൂടെ നടക്കുന്നത്. സാധാരണ മനുഷ്യർക്കെല്ലാം ഒരുപാട് ഭയങ്ങളാണ്. രോഗഭയമുണ്ട്, ഭൂതഭയമുണ്ട്, പരാജയ ഭയമുണ്ട്, പലവിധ ഭയങ്ങളാണ്. ആ ഭയങ്ങളിലൊന്നും ഇനി ജീവിക്കേണ്ട കാര്യമില്ല. നിങ്ങളെ ഭയപ്പെടുത്തുവാൻ ഒന്നിനും കഴിയുകയില്ല. മറിച്ച് നിങ്ങൾ മനസ്സിലാക്കുക, ഞാനൊരു ജീവനുള്ള യാഗമാണ്. എൻ്റെ ഉള്ളിൽ തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്, എൻ്റെ ശരീരത്തിൻ്റെ മേൽ അഗ്നി കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ പാപത്തിൻ്റെ ശക്തിക്ക് എന്നെ തൊടുവാൻ കഴിയുകയില്ല. പാപത്തിൻ്റെ പരീക്ഷണങ്ങൾ, അതിനെ ചൊല്ലി ഭയപ്പെടുന്ന എത്ര പേരുണ്ട്! അതിനെ ചൊല്ലി ഭയപ്പെടുകയേ വേണ്ട. ഒരു പാപത്തിൻ്റെ ശക്തിക്കും നിങ്ങളെ തൊടുവാൻ കഴിയുകയില്ല. നിങ്ങൾക്കിത് വിശ്വസിച്ച് സ്വീകരിക്കുവാൻ കഴിയുമോ? നിങ്ങളുടെ മേൽ അഗ്നി കത്തുന്നു, നിങ്ങൾ ജീവനുള്ള യാഗമാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുകയാണ് എങ്കിൽ ഒരു പാപത്തിൻ്റെ ശക്തിക്ക് നിങ്ങളെ തൊടുവാൻ കഴിയുകയില്ല. പണ്ട് കാലത്ത് നിങ്ങൾക്കറിയാമോ, പഞ്ചസാര പാത്രത്തിനകത്ത് ഉറുമ്പ് കയറിയാൽ നമ്മുടെ അമ്മച്ചിമാരൊക്കെ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? അവർ ആ പഞ്ചസാര പാത്രത്തിലെ ഉറുമ്പിനെ അടിച്ചു പുറത്തിറക്കുവാൻ വേണ്ടി വടികൊണ്ട് പാത്രത്തിൻ്റെ മേൽ അടിക്കത്തില്ല, ബഹളമുണ്ടാക്കത്തില്ല, ചാടത്തില്ല. ആകപ്പാടെ വലിയ സംഘർഷങ്ങളൊന്നും അവിടെ സൃഷ്ടിക്കുകയില്ല. അവർ ചെയ്യുന്നത്, പഞ്ചസാര പാത്രം അടുപ്പിനോട് ചേർത്ത് വയ്ക്കുവാനിടവരും. അടുപ്പിലെ ചൂട് പഞ്ചസാര പാത്രത്തിൻ്റെ മേൽ തട്ടുകയാണ് എങ്കിൽ ആ ചൂട് തട്ടുമ്പോൾ വരി വരി വരിയായി ഉറുമ്പിറങ്ങിപ്പോകുവാനിടവരും. എന്തുകൊണ്ട്? ഉറുമ്പിന് ചൂടിന് ഉള്ളിൽ തുടരുവാൻ കഴിയില്ല. ചൂട് തട്ടുന്ന ഇടത്ത് ഉറുമ്പിന് തുടരുവാൻ കഴിയുകയില്ല. തീയുടെ സാന്നിധ്യത്തിൽ ഉറുമ്പിന് തുടരുവാൻ കഴിയത്തില്ല. ക്ഷുദ്രജീവികൾക്ക് തീക്കകത്ത് തുടരുവാൻ കഴിയത്തില്ല. പാറ്റയ്ക്കോ ഉറുമ്പിനോ ക്ഷുദ്രജീവികൾക്കോ അവയ്ക്കൊന്നും തീക്കകത്ത് തുടരുവാൻ കഴിയത്തില്ല. പാപത്തിൻ്റെ പ്രേരണ കൊണ്ടുവരുന്ന ഏതെങ്കിലും പൈശാചിക ശക്തികൾ നിങ്ങളെ പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ, പോണോഗ്രാഫി നിങ്ങളെ പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ അവയ്ക്ക് ഇനി നിങ്ങളിൽ തുടരുവാൻ കഴിയുകയില്ല. കാരണം നിങ്ങൾ ജീവനുള്ള യാഗമാണ്. നിങ്ങളുടെ ശരീരങ്ങളിൽ ദൈവത്തിൻ്റെ തീ കത്തുകയാണ്. ഈ ലോകത്തിലെ ഒരു ഭൂതശക്തിക്കും നിങ്ങളെ ഭയപ്പെടുത്തുവാൻ കഴിയുകയില്ല. എവിടെയൊക്കെയോ ഏതൊക്കെയോ ഭൂതമുണ്ടെന്ന് നിങ്ങൾ ഭയപ്പെടുന്നില്ലേ? നടന്നു പോകുന്ന ഇടങ്ങളിൽ അവിടെവിടങ്ങളിൽ ഏതൊക്കെയോ ഭൂതങ്ങൾ നിങ്ങളെ ഭയപ്പെടുത്തുന്നു എന്നല്ലേ നിങ്ങൾ കരുതുന്നത്? ഒരു ഭൂതശക്തിക്കും നിന്നെയോ നിന്റെ ഭവനത്തെയോ തൊടുവാൻ കഴിയുകയില്ല. കാരണം പരിശുദ്ധാത്മാവ് നിന്റെ മേലുണ്ട്. അഗ്നിമയനാകുന്ന പരിശുദ്ധാത്മാവ് നിന്റെ മേലുള്ളതിനാൽ, നിന്റെ മേൽ, നിന്റെ ഭവനത്തിൻ്റെ മേൽ അഗ്നിമയമാകുന്ന അനുഭവമുള്ളതിനാൽ ആ ശക്തികൾക്ക് നിന്നോട് അടുത്തു വരുവാൻ കഴിയുകയില്ല. രോഗശക്തികൾക്ക് നിന്റെ ശരീരത്തിൽ തുടരുവാൻ കഴിയുകയില്ല. അവയെ കീഴ്പ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി
ആ അഗ്നി നിന്നെ സ്പർശിക്കട്ടെ. ആ അഗ്നിമയമാകുന്ന അനുഭവം നിന്റെ മേൽ വരുവാനിടവരട്ടെ. അഗ്നിമയമാകുന്ന അനുഭവം നീ സ്വീകരിക്കുകയാണെങ്കിൽ നിന്റെ ജീവിതം ആകമാനം മാറുവാനിടവരും. അതാണ് പൗലോസ് പറയുന്നത്, നിങ്ങളിൽ കത്തുന്ന ആത്മാവിന്റെ തീയെ നിങ്ങൾ കെടുത്തരുത്. അഗ്നി കത്തുന്നവരായി, ജീവനുള്ള യാഗങ്ങളായി വിജയകരമാകുന്ന ഒരു ക്രിസ്തീയ ജീവിതം നിങ്ങൾ നയിക്കുക. നിങ്ങളത് ആഗ്രഹിക്കുന്നുണ്ടോ? അഗ്നി കൊണ്ടുള്ള ഒരു അഭിഷേകം നിങ്ങൾ പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവോ? അഗ്നിമയമാകുന്ന ഒരു അനുഭവം നിങ്ങൾ പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവോ? ഇപ്പോൾ തന്നെ നിങ്ങൾക്കത് സ്വീകരിക്കുവാൻ കഴിയും. നിങ്ങളായിരിക്കുന്ന മുറിയിൽ പരിശുദ്ധാത്മാവ് ഇപ്പോൾ ഉണ്ട്. കാരണം അവിടുന്ന് സർവ്വവ്യാപിയാണ്. അവിടുത്തെ അഗ്നി എല്ലായിടത്തും കത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളായിരിക്കുന്ന ആ മുറിയിൽ തന്നെ പരിശുദ്ധാത്മാവിന്റെ അഗ്നി നിങ്ങളുടെ മേൽ കത്തുവാനിടവരും. നാളുകളായി നിങ്ങളെ സ്വതന്ത്രരാക്കാതെ നിങ്ങളുടെ കൈകളിലും നിങ്ങളുടെ പ്രാണനിലും നിങ്ങളുടെ മനസ്സിലുമൊക്കെ കെട്ടിയിരിക്കുന്ന കെട്ടുകൾ പരിശുദ്ധാത്മാവിന്റെ തീക്കകത്ത് കത്തിപ്പോകുവാനിടവരും. വിശ്വസിച്ച് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. പരിശുദ്ധ പിതാവേ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിന്റെ അഗ്നി അവരുടെ മേൽ കത്തുവാൻ ഇടവരട്ടെ. അവരുടെ പരാജയങ്ങൾ അവരെ വിട്ടുപോകുവാൻ ഇടവരട്ടെ. ഒരത്ഭുതം സംഭവിക്കട്ടെ. വിശേഷാൽ ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ രോഗികൾ സൗഖ്യമാകട്ടെ. ക്രോണിക് ഹെഡേക്ക്, വളരെ നാളുകളായിട്ടുള്ള കൊടിഞ്ഞി തലവേദന, മൈഗ്രെയിൻ തലവേദന, ഇപ്പോൾ ആ വ്യക്തിയെ വിട്ടുപോകട്ടെ. ഈ നിമിഷത്തിൽ തന്നെ ആ വ്യക്തി സൗഖ്യമാകട്ടെ. ശരീരത്തിലുള്ള എല്ലാ രോഗങ്ങളും, വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന രോഗശക്തികൾ ഈ നിമിഷത്തിൽ തന്നെ ശരീരം വിട്ട് പുറത്തു പോകുവാനിടവരട്ടെ. ഒരത്ഭുത സൗഖ്യം ഇപ്പോൾ അവരുടെ മേൽ അയക്കണം കർത്താവേ. യേശുവിൻ അധികാരമുള്ള നാമത്തിൽ നിങ്ങൾ വിടുവിക്കപ്പെടുക, സൗഖ്യമാകുക. നിങ്ങളുടെ അത്ഭുതങ്ങളെ നിങ്ങൾ സ്വീകരിക്കുക. പരിശുദ്ധാത്മാവിന്റെ അഗ്നിമയമാകുന്ന അനുഭവം നിങ്ങളിപ്പോൾ സ്വീകരിക്കുക. സ്വർഗം അത് ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ അത് സംഭവിച്ചിരിക്കുന്നു. നിങ്ങൾ സൗഖ്യമായിരിക്കുന്നു. അത്ഭുതം സംഭവിച്ചിരിക്കുന്നു. നിങ്ങൾ ജീവനുള്ള യാഗമായി തീർന്നിരിക്കുകയാണ്. വിജയകരമായി മുന്നോട്ട് പോകുക. സർവാശ്വാസങ്ങളുടെയും ഉറവിടമാകുന്ന കർത്താവാകുന്ന യേശു നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.